ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ. ശുശ്രൂഷകൾ ആരംഭിക്കുന്നു. ഈ പ്രിയപ്പെട്ട സഹോദരിയോടുള്ള നമ്മുടെ സ്നേഹം ഈ പ്രാർത്ഥനകളിൽ നമുക്ക് പ്രകടമാക്കാം. ഏറെ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനുഭവിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, നിങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ അവിടുന്ന് സ്വീകരിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ചന്ദനത്തിലെയും വിരപ്പ് സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ അവിടുന്ന് സ്വീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ
കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വലിയ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മണ്ണിൽ നിന്നാവത്തെ സൃഷ്ടിച്ചവരുമായ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവെ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൊടുക്കുന്നു, ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയില്ലല്ലോ. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. കരുതയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, കടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസിൽ വരമെന്നരുളേണം. മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. പരിശുദ്ധാത്മാവിനും സ്തുതി. മൃഗനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എന്റെ സഹോദരനെ വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അധ്യായം 4:13 മുതലുള്ള തിരുവചനങ്ങൾ. എന്റെ സഹോദരനെ,
മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ വാഹനത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് അതിന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളതിന് സ്നേഹിക്കേണ്ട, എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവിടുത്തെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ ബുദ്ധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ശേഷിയുടെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ട ജോസേട്ടനും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ പ്രാർത്ഥന ബന്ധുരമായ അനുശോചനം അറിയിക്കുകയാണ്. ഈ മൃഗസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് ദൈവം തന്റെ മനോഹരമായ ഈ ലോകമാകുന്ന പൂന്തോട്ടത്തിൽ നിന്ന് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പത്തെ അറുത്തെടുത്ത് തന്റെ മേശയിൽ വെച്ച ഒരു അനുഭവമാണ്. ഏറ്റവും നല്ല പുഷ്പം എന്ന് ഞാൻ പറഞ്ഞത് ആത്മാർത്ഥതയോടെ പറഞ്ഞതാണ്. കൽസമ്മ ചേച്ചിയുടെ ജീവിതത്തിന്റെ സൗന്ദര്യവും ആ പ്രവൃത്തികളുടെ സൗന്ദര്യവും ആ സ്വഭാവത്തിന്റെ സവിശേഷതകൾ എല്ലാമാണ് അത് പറയുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. മ്രാല ഇടവകയിലെ പുഴുനകല്ല് വീട്ടിൽ നിന്ന് വലിയ നിലത്തേക്ക് വന്ന നിമിഷം മുതൽ ഈ കുടുംബത്തിന്റെ നെടുംതൂണായി വലിയ നിലത്ത് വന്നതിന് ശേഷം അവിടെയുള്ള തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കുമെല്ലാം വളരെയധികം സ്നേഹവും ശുശ്രൂഷയും ചെയ്തതിനു ശേഷം 2 നല്ല മക്കൾക്ക് ജന്മമേകി വളരെ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒന്നും എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 53 വയസ്സ് പ്രായം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് മാരകമായ അസുഖം തേടിയെത്തുന്നതും ഈ അസുഖത്തിൽ നിന്ന് മുക്തി ലഭിക്കാൻ വേണ്ടി മെഡിക്കൽ സയൻസിൽ ചെയ്യാവുന്ന എല്ലാ ചികിത്സകളും ചെയ്യുകയുണ്ടായി. വർഷങ്ങളോളം
ഈ അസുഖത്തിന്റെ വേദനയും ദുഃഖങ്ങളും അസ്വസ്ഥതകളുമായിട്ട് ചെലവഴിക്കുന്ന നിമിഷങ്ങളിൽ പോലും ഇവിടെ വരുന്ന ഓരോരുത്തരെയും ഒരു പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന ചേച്ചിയെ ഞാൻ ഓർക്കുന്നു. അസുഖത്തിന്റെ ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ തന്റെ മുമ്പിൽ വരുന്നവരെ അറിയിക്കാതെ അത് സന്തോഷത്തോടെ സ്നേഹത്തോടെ സഹിച്ച ഒരു വ്യക്തിയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. ലോകത്തിൽ നിന്ന് താൻ മുക്തിയാകും എന്ന് ഭർത്താവിനും മക്കൾക്കും ആ പ്രതീക്ഷയുണ്ടായിരുന്നു. അവസാന നിമിഷം വരെ, വെന്റിലേറ്ററിൽ നിന്ന് എടുക്കുന്ന നിമിഷം വരെ പ്രതീക്ഷയുണ്ടായിരുന്നു. വെന്റിലേറ്ററിൽ എടുക്കുന്നതിന് മുമ്പ് രാവിലെ ഞാൻ ആശുപത്രിയിൽ ചെന്നപ്പോൾ പ്രിയപ്പെട്ട മക്കളും അതോടൊപ്പം സഹോദരങ്ങളുമെല്ലാം അവരുടെ മുഖം കണ്ടപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് അവരെന്തുമാത്രം ഇവരെ സ്നേഹിച്ചു എന്നത്. മകൻ എന്നോട് പറഞ്ഞത് ഞാൻ കുറച്ചു നേരം മുമ്പ് വരെ ചിരിച്ച് കാണിച്ചു. തന്റെ ജീവിതം ഏതാണ്ട് തീരാൻ പോകുന്നു എന്ന് ചേച്ചിക്ക് അറിയാമായിരുന്നു. ഞാൻ പറയാൻ കാരണം, ഏതാണ്ട് ഈ അസുഖം പിടിപെട്ടതിന് ശേഷം 1.5 വർഷത്തോളം ഇവിടെയുള്ള അയൽവാസികളോട് ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വന്ന് നമുക്ക് ഒരുമിച്ച് ഈ ഭവനത്തിൽ കൊണ്ടുചെല്ലണം എന്ന് പറയുകയും അവരെ ഇന്ന് വരെ അത് അതേ രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം അയൽവാസികളായിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് ഈ ഭവനത്തിൽ കുംഭനമസ്കാരം എത്തിച്ച് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി അവസരത്തിൽ ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. ദൈവത്തിൽ നിന്നായിരുന്നു, അവിടുന്ന് നൽകിയ വലിയ ബലത്തിലായിരുന്നു ഈ വേദനകളെയും ദുഃഖങ്ങളെയും ഈ സഹോദരി അഭിമുഖീകരിച്ചത്. നിങ്ങൾക്കും അറിയാം, ദൈവം നൽകിയ മക്കളെ നല്ല രീതിയിൽ വളർത്തി അവരുടെ കഴിവ് പോലെയുള്ള ജീവിത ദൗത്യങ്ങളിൽ അവരെ ഏൽപ്പിച്ച് അതോടൊപ്പം അവരുടെയും അവരുടെ കൊച്ചുമക്കളുടെയും ഒക്കെയും കൊണ്ട് സന്തോഷത്തോടെ ഒരു തരത്തിൽ പറഞ്ഞാൽ പിൻവാങ്ങുവാൻ ഇവർക്ക് സാധിച്ചു. ഞാൻ ജോസിയാത്തിനെയും പ്രിയപ്പെട്ട മക്കളെയും അവസരത്തിന് നന്ദിയോടെ ഓർക്കുന്നു. ജോസിയാത്തിന് ഒരു ഭർത്താവ് എന്ന നിലയിൽ അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം ചേച്ചിക്ക് പ്രത്യേകിച്ച് ഈ അസുഖത്തിന്റെ ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്തു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അതോടൊപ്പം മക്കള് അവരെ വിദേശത്തുമൊക്കെ ആയിരുന്നു എങ്കിൽ പോലും അവസാന നിമിഷങ്ങളിൽ അവർക്ക് ചെയ്യാവുന്ന എല്ലാ ശുശ്രൂഷയും അവരുടെ സാന്നിധ്യം കൊണ്ടും അതോടൊപ്പം അവരുടെ സമ്പത്ത് കൊണ്ടും ചെയ്യാവുന്ന എല്ലാ ശുശ്രൂഷയും നിങ്ങൾ ചെയ്ത് നന്ദിയോടെ ഓർക്കുന്നു. മനുഷ്യനായ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പരിമിതിയുണ്ട്. ആ പരിമിതിയുടെ ഉള്ളിൽ നിന്ന് നമ്മളെ ദൈവം ഏൽപ്പിച്ച കടമകൾ നിങ്ങൾ നിർവഹിച്ചുവെന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം. ഈ ശുശ്രൂഷയും ആവോളം ആസ്വദിച്ചതിനു ശേഷമാണ് തന്റെ സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലേക്ക് യാത്രയാവുക. തീർച്ചയായും ഈ അമ്മ, ഈ സഹോദരി നമ്മിൽ നിന്ന് ശാരീരികമായി വേർപിരിഞ്ഞുവെങ്കിലും അവരുടെ സാന്നിധ്യം നമ്മളുടെ കൂടെയുണ്ട്. ചിലപ്പോൾ മകനെ അല്ലെങ്കിൽ മകളെ എന്ന് വിളിക്കുന്ന ശബ്ദം വേണ്ടി കേൾക്കുകയായിരിക്കാം, അല്ലെങ്കിൽ മക്കളെ എന്ന് വിളിച്ച് മാറോടെ ചേർത്ത് നിർത്തുന്ന ആ സൗഹൃദം ചിലപ്പോൾ അനുഭവിച്ചുവെന്ന് വരികയില്ല. പക്ഷേ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ എന്നും ഈ അമ്മയുണ്ടാകും. അവരുടെ ജീവിതം നമുക്ക് നൽകിയ ഒത്തിരി മാതൃകകളെ, നന്മകളെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. ഈ അവസരത്തിൽ ഇവരെ ശുശ്രൂഷിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടെ ഓർക്കുന്നു. അതോടൊപ്പം അയൽപക്ക ബന്ധങ്ങളിൽ അയൽപക്കത്തെ താമസിക്കുന്നവരെ വളരെ സ്നേഹവും കരുതലും ഈ സഹോദരിയോടെ കാണിച്ചതും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. സഹോദരങ്ങൾ എല്ലാവരും അവർക്ക് ഈ കാര്യം പറയുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരെ അത്രമാത്രം സ്നേഹനിധിയായിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ഒറ്റ മനുഷ്യൻ പോലും ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. എല്ലാവർക്കും മാതൃകയും എല്ലാവരെയും സ്നേഹിച്ച് കടന്നുപോയ
ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവമേ നിന്റെ സ്നേഹാഗ്നിയാൽ ഈ സഹോദരിയെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് പ്രാർത്ഥനാനിർഭരമായ അനുശോചനവും അതോടൊപ്പം ദൈവം നൽകുന്ന ആശ്വാസവും നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന നിന്റെ പ്രിയ ദാസിയുടെ ആത്മാവിനെ സ്വർഗീയ തുറമുഖത്തേക്ക് സുരക്ഷിതമായി എത്തിക്കുവാൻ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ ഭരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ പൊളിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണപാപങ്ങൾ കൊടുക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും സാക്ഷ്യക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുവാനാകട്ടെ. അങ്ങയുടെ മഹനീയമായ പ്രീത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെയും. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്ന ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞു കണ്ണുകൾ താണു. ജീവന് ഉയരും ഞാനാകുന്നു, ദൈവം കരുണയുടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം സഹോദരിയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ,
പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. പോകുന്നു. ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും. ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. ഇല്ലൊന്നും കൂടെയെടുപ്പതിനാ നാം ചെയ്യും നന്മകളല്ലാതെ പൊന്നും പണവും വെറുതെയല്ലോ സ്വർഗീയ വീട്ടിൽ. ഓർക്കുക എൻ പ്രിയരേ, ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും ആത്മാവിനെ നിർവാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. ആശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കവനെ മനുവിധിനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധമായ വിശ്രമങ്ങളുടെ കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മധുരതവും പരിശുദ്ധ കുർബാനയാൽ ബലപുഷ്പവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തമായ ശരീരത്തിന് നിന്റെ ദൈവത്തിന് രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സ്വഭാവനീയനെ തലയ്ക്കുക ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മതിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശുവഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കുമായി
ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യാനി പടിയാകുന്നു, പടിയിലേക്ക് തന്നെ മടങ്ങുമെന്നറിയിച്ചത് സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന് മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതു ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ പരാശകൾ അത്യുന്നത ദൈവത്തിന് നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യാനി പടിയാകുന്നു, പടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ. കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരത്ത് വലമ്പാകേ. ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നൽകണമേ മൃഗനായസം. ജീവൻ നൽകുന്ന ഉന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ കൊത്താനും നീയേകുന്നു. നാദാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലാമേ. പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, ഹിന്ദുബലങ്ങൾ കേൾക്കണമേ. എനിക്ക് പുറത്തു കൊടുത്ത് അവളെ വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മലഹന്മാരോടുകൂടെ സ്വർഗത്തിൽ നിന്ന് സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവീശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുകയും അവർക്ക് നിത്യാശ്വാസവും കൊടുക്കുന്നവനുമായ കർത്താവേ, നിങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്തു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര. നിന്നെ വിളിക്കട്ടെ മഗ്ദലമറിയമണിഞ്ഞവൻ മഹിമഞ്ജരിയോടെ. നിന്നെ വിളിക്കട്ടെ മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമഞ്ജരിയോടെ. ചരിതകളാം സാറായേശ മർത്യയോടും കടശീലുത്താനം നേരാൻ തനിവാം നടുനത്തെ കർത്താവകിലേശൻ. കാവല സംഗീതം നിന്നെ വിളിക്കട്ടെ മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധുരിയോടെ. നിങ്ങൾ കടനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം കാവല സംഗീതം നിന്നെ വിളിക്കട്ടെ മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധുരിയോടെ.
കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു. ഞാൻ എപ്പോഴെന്റെ ദൈവത്തെ കാണും. ആത്മാവേ, നീ എന്തിനു നിരാശപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചു കളയുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നടക്കുന്ന മണ്ഡലിയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ വേർപിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നിര്യമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിവാന്മാരുടെ വിശുദ്ധരോടും കൂടെ ഉത്കർഷമായ ഉയർപ്പും മഹിമമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന വാർസ്ഥലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മളിന് വേറിട്ട് വാങ്ങിച്ചാരും ഈ ശരീരത്തിൽ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസാരം സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാര്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മനുഷ്യന്റെ ജീവിതകാലം ഉൾക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് തഴച്ചു വളരുന്നു. കാറ്റടിക്കുമ്പോൾ അത് പോയി പോകുന്നു. അതിന്റെ സ്ഥാനം പിന്നെ ഒരിക്കലും ആരും അറിയുന്നുമില്ല. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴിക്കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ, തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിൻ്റെ കാലം കഴിയുമീ നേരം, തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും, താളം പിടിക്കും മാലാഖമാരും, തമ്പുരു നീട്ടും വിശുദ്ധ ഗണവും, തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത സന്തോഷമോടെ
താതന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. ദൈവമേ, എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോ ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോ പുരിയിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം
വാഴുവാൻ. എന്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. എന്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത